രണ്ടാമത്തേത് എൻട്രൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കറക്റ്റ് ആൻസർ എന്നുള്ളതല്ല, തെറ്റെന്ന് അറിഞ്ഞാൽ മതി, റോങ് അറിഞ്ഞാൽ മതി. റോങ് അറിഞ്ഞാൽ യു വിൽ ഗോ ടു റൈറ്റ് ട്രാക്ക്. അപ്പോൾ അതിന് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാൻ വെച്ചാൽ നിങ്ങളിപ്പോൾ ഇഷ്ടംപോലെ പരീക്ഷകൾ എഴുതുന്നുണ്ടാവും, അല്ലെങ്കിൽ മെയിൻ ഈ എക്സാമിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ലോട്ട് ഓഫ് മോക്ക് എക്സാംസ് ഉണ്ടാവും. 10 മണിക്ക് എൻ്റെ ഒപ്പി കഴിഞ്ഞാൽ കാർ കയറി എനിക്കിവിടെ വന്ന് എനിക്കിവിടെ ചോറോട് വിളമ്പി വെച്ച് കാണാൻ ഞാൻ കഴിച്ച് ഞാൻ കിടന്ന് ഉറങ്ങും. പക്ഷേ 10 മണിക്ക് ഹോസ്പിറ്റലിൽ വരുന്നൊരു പേഷ്യൻ്റ്, കാസർഗോഡ് വരുന്ന പേഷ്യൻ്റ് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും വീട്ടിൽ ചെല്ലുന്നത്. ഹി വിൽ ബി ഇൻ ദി റോഡ്, ബസ് സ്റ്റാൻഡിലായിരുന്നു സ്റ്റേഷനിലായി കിടന്ന് ഉറങ്ങി രാവിലെ എനിക്ക് അങ്ങനെയൊക്കെ വിചാരിച്ച് കഴിഞ്ഞാലുള്ളത്. ദെൻ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആരാവണം എന്നുള്ളത്, നിങ്ങൾ എന്താവണം എന്നുള്ളത്, നിങ്ങൾ എന്താവണം നിങ്ങൾ തീരുമാനം എടുത്തത്. പക്ഷേ ആരാവണം എന്നുള്ള തീരുമാനം അത് ഇറ്റ്സ് ഇൻ യുവർ ഹാൻഡ്സ്. യു ഹാവ് ടു മേക്ക് ഇറ്റ്. അത് സാധിക്കാതിരിക്കില്ല. യു ഹാവ് ടു മേക്ക് ഇറ്റ്, ഇന്നല്ലെങ്കിൽ നാളെ. അവിടെ നിങ്ങൾ നഷ്ടപ്പെടുന്ന 1 വർഷം 2 വർഷം ഒന്നുമല്ല, ഇഫ് യു ആർ റെഡി ടു ഗോ ഫോർ ഇറ്റ്. പക്ഷേ അവിടെയൊക്കെ നിങ്ങളുടെ ഉദ്ദേശം വളരെ വ്യക്തമായിരിക്കണം. വൈ യു വാണ്ട് ടു ബിക്കം എ ഡോക്ടർ. ബാക്കി ഒരു 15 ക്വസ്റ്റ്യൻ ആണ് വെദർ യു ആർ ഗോയിങ് ടു ബി സെലക്റ്റഡ് ഓർ നോട്ട് എന്നുള്ള വ്യത്യാസം വരാൻ പോകുന്നത്. ഒത്തിരി കാലയളവ് അധ്യാപകനായിരുന്ന ഒരാളാണ്. കരിയർ ആരംഭിച്ചത് തന്നെ ഒരു അധ്യാപകനായിട്ടാണ്. ഇപ്പം എൻട്രൻസ് എക്സാമിന് പഠിക്കുന്ന ഒത്തിരി വിദ്യാർത്ഥികളുണ്ട്. അപ്പം ആ ഒരു കാലയളവ് എങ്ങനെ പഠിച്ചാൽ, എങ്ങനെ എഫക്റ്റീവായിട്ട് സ്ട്രെസ് മാനേജ് ചെയ്താൽ ഒരു നല്ലൊരു MBBS കോളേജിലേക്ക് അഡ്മിഷനും അതുവഴി ഒരു നല്ലൊരു സക്സസ്ഫുൾ കരിയറും തിരഞ്ഞെടുക്കാമെന്നാണ് സാർ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ വിലയിരുത്തപ്പെടുന്നത്. ഞാൻ പഠിക്കുന്ന പിള്ളേരോട് എപ്പോഴും പറയാറുണ്ട്, അതായത് പഠിക്കുന്ന സമയത്ത് വെച്ചാൽ എപ്പോഴും ഔട്ട്ലെറ്റ് വേണം. ആ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാട്ട് പറയുന്നത് ഒരു മിനിറ്റ് പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ വല്ല മ്യൂസിക് പ്ലേ ചെയ്യുന്നത് മ്യൂസിക് പ്ലേ ചെയ്യുക, അങ്ങനെ കുറച്ചുകൂടെ കൂടി ഇരിക്കുക, അങ്ങനെ പോകുന്ന ഒരു ഭാഗമാണ്. ആ ഔട്ട്ലെറ്റ് നമ്മുടെ സ്ട്രെസ്സ് കളയും, കുറേ സ്ട്രെസ്സ് കളയും. അതായത് നമുക്ക് ആ ഒരു വേറെ സബ്ജക്റ്റ് വേറൊരു നോവൽ വായിക്കുന്നതാണ്, കുറച്ചേരം വായിച്ചിട്ട് തിരിച്ചു വരിക. ബ്രേക്സ് എപ്പോഴും ആവശ്യമാണ്, സ്മോൾ ബ്രേക്സ് എടുക്കുന്ന ആവശ്യമാണ്. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും, നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തേത് എൻട്രൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കറക്റ്റ് ആൻസർ എന്നുള്ളതല്ല, തെറ്റെന്ന് അറിഞ്ഞാൽ മതി. കറക്റ്റ് അറിയണ്ട, റോങ് അറിഞ്ഞാൽ മതി. റോങ് അറിഞ്ഞാൽ യു വിൽ ഗോ ടു റൈറ്റ് ട്രാക്ക്. അപ്പോൾ അതിന് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാൻ വെച്ചാൽ നിങ്ങളിപ്പോൾ ഇഷ്ടംപോലെ പരീക്ഷകൾ എഴുതുന്നുണ്ടാവും, അല്ലെങ്കിൽ മെയിൻ ഈ എക്സാമിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ലോട്ട് ഓഫ് മോക്ക് എക്സാംസ് ഉണ്ടാവും. ആ മോക്ക് എക്സാമിൽ നിങ്ങൾ ഒരു 70% കുട്ടികളും അതിലത്തെ ഒരു 50-60% ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യും അല്ലേ, ഒരു മെജോറിറ്റി ആൻസർ ചെയ്യും. അത് തിരിഞ്ഞാലോചിച്ചാൽ അതിൻ്റെ അകത്ത് ഒരു 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 70 ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു 15 ക്വസ്റ്റ്യൻ ആർക്കും ആൻസർ ചെയ്യാൻ പറ്റാത്തതായിരിക്കും, ടഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ബാക്കി ഒരു 15 ക്വസ്റ്റ്യൻ ആണ് വെദർ യു ആർ ഗോയിങ് ടു ബി സെലക്റ്റഡ് ഓർ നോട്ട് എന്നുള്ള വ്യത്യാസം വരാൻ പോകുന്നത്. എല്ലാവരും എഴുതുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ആരും ശരിയാക്കാത്ത കുറച്ച്. ഇപ്പോഴത്തെ ഫുൾ മാർക്കാണ്, നമ്മളതൊന്നുമില്ല. എന്നാലും പറയാണ് കുറേ പേര് തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻസ് കൂടുതൽ 70% നിങ്ങൾ ആർക്കും വേണമെങ്കിൽ എഴുതാൻ. ബാക്കി പക്ഷേ നിങ്ങൾക്ക് കിട്ടുമോ കിട്ടില്ല എന്നുള്ള ഡിസിഷൻ എടുക്കാനിപ്പോൾ ഒരു 10-12 ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പം നിങ്ങൾ ഇങ്ങനെ ഈ മോക്ക് എക്സാമൊക്കെ എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇതാണ്, വേർ യു ആർ മേക്കിംഗ് മിസ്റ്റേക്സ്. ആ മിസ്റ്റേക്സ് മാത്രമേ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകണം കൂടുതലായിട്ട്, ഇൻക്ലൂഡിങ് ചാപ്റ്റേഴ്സ്. ചില ചാപ്റ്റേഴ്സിനായിരിക്കും നിങ്ങൾ എപ്പോഴും മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ചില പ്രോബ്ലംസായിരിക്കും നിങ്ങൾ എപ്പോഴും മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ തറവാക്കണം. അപ്പോൾ തറവാക്കണം. നിങ്ങൾക്ക് യു ക്യാൻ ഇപ്പോൾ ഇഷ്ടംപോലെ പ്രൊസീജിയേഴ്സ് ഞങ്ങളൊക്കെ അത് ചെയ്യുന്നത്, ഞങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യും, ക്വസ്റ്റ്യൻസ് റെക്കോർഡ് ചെയ്യും, ആൻസർ റെക്കോർഡ് ചെയ്യും, അതിൻ്റെ കമൻറ്റ്സ് റെക്കോർഡ് ചെയ്യും. അതായത് ദീസ് എ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ, ഇട്ട ആൾ മഹാമോശം, ചോദ്യം അറിയാതിട്ടിരിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെയൊക്കെ അതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യിക്കും. എക്സാമിന് പോകുന്നതിന് മുമ്പ് നമ്മളിത് പുസ്തകമൊക്കെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കേട്ടാൽ മതി.
ഇങ്ങനെ കേൾക്കും ഓരോ ചാപ്റ്റേഴ്സ്, ഇന്ന ചാപ്റ്ററിൽ ഇന്ന ക്വസ്റ്റ്യൻ നമ്മൾ വിട്ടുപോയത് ഇത് ഇങ്ങനെ പോയി ഇത് മുഴുവൻ. പിന്നെ പക്ഷെ നമുക്ക് ഭയങ്കര തളവും. ഇപ്പം നമ്മൾ കാറിൽ പോകുന്ന സമയത്ത് ഇത് കേൾക്കും, അല്ലെങ്കിൽ നമ്മൾ പാട്ട് കേൾക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു കമൻറ്റ് ഇട്ട് ഒരു പാട്ട് കേൾക്കും. ഇതിങ്ങനെ നമ്മുടെ മനസ്സിൽ കൂടെ റോൾ ചെയ്യും. അവസാനം നമുക്ക് ഈ 12 ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻ കിട്ടിയാൽ യു ആർ ഇൻ സെലക്ഷൻ. ബാക്കി 7 നമുക്ക് ആവശ്യം വരുന്നില്ല. ആ ഇത് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അറിയാത്ത പോർഷൻ, അത് നെഗറ്റീവ്സ്, അത് ശരിയല്ല ഉത്തരം നമുക്ക് അറിയണം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ആൻസർ വിൽ ബി ഇൻ യുവർ ട്രാക്ക്. ഞാൻ എപ്പോഴും കൊടുക്കുന്ന പക്ഷേ അത് അങ്ങനെ പഠിക്കാൻ ഭയങ്കര രസമാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതായത് ചോദ്യം വേണ്ട, നമുക്ക് ഉത്തരം പറയാൻ നമുക്ക് എല്ലാവരും പഠിക്കാൻ തന്നെ. അപ്പോൾ ചാടി വളയില്ല ചാടാന്ന് പറയില്ലേ, അതേപോലെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ അവസാനം നമുക്ക് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് വാക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം വാട്ട് ഈസ് ദി ക്വസ്റ്റ്യൻ, ബിക്കോസ് യു വുഡ് ഹാവ് ആൻസർഡ് ഇറ്റ് സംവെയർ എൽസ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചാൻസ് കിട്ടിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്മാറുന്ന പറയാൻ കാരണം ഇറ്റ് ബി ഡിഫറൻസ്. ആൻഡ് ദാറ്റ്സ് എ ഫാക്ടർ ഓഫ് ലക്ക് ഇൻ ഫ്രണ്ട് ഓഫ് യു. അത് തീർച്ചയായും നമ്മുടെ മുമ്പിലുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ലക്ക് ഇൻ ഫ്രണ്ട് ഓഫ് യു. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ, അല്ലാതെ നമുക്ക് ഞാൻ മറ്റവർ കിട്ടിയോണ്ട് ഞാൻ ഭയങ്കര മോശമെന്നോ അല്ലെങ്കിൽ ഞാൻ എന്നെക്കാളും മറ്റൊരു സുപ്പീരിയർ, നോ, ഇറ്റ്സ് നോട്ട് ദെയർ. ഓൺ ദാറ്റ് ഡേ, ഓൺ ദോസ് ക്വസ്റ്റ്യൻസ് ഹി മാനേജ്ഡ് വിച്ച് യു ക്യാൻ മാനേജ് സം അതർ ഡേ. അത് നമ്മുടെ മുമ്പിലുണ്ടായാൽ മതി, അതൊന്നും ആവശ്യമില്ല. സാർ, കഴിഞ്ഞ വർഷങ്ങളിലെ നീറ്റിൻ്റെ PG അലോട്ട്മെൻ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ മുൻ വർഷങ്ങളിൽ സർജറിക്ക് കുറച്ചധികം പ്രാധാന്യം ഉണ്ടായിരുന്നു. ഈ വർഷങ്ങളിൽ അത് കുറഞ്ഞ് ഒരുപക്ഷെ ജനറൽ മെഡിസിനും ഡെർമറ്റോളജിക്കും റേഡിയേഷൻ ഡയഗ്നോസിസിനൊക്കെയാണ് പ്രാധാന്യം വരുന്നത്. സാർ, എന്താണ് ഇങ്ങനെ ഒരു ഷിഫ്റ്റ് ഉണ്ടാകാനുള്ള കാരണം? ഷിഫ്റ്റ് അല്ല, ശരിക്കും ഒരു സർക്കിളിൻ്റെ ഒരു പല ഫേസിൽ കൂടെ പോകുന്നത് മാത്രമേ ഉള്ളൂ. ഇതിപ്പം തൊട്ട് മുമ്പിലത്തെയാണ്, അതിന് മുമ്പിലത്തെ അവസ്ഥ ഉണ്ടായിരുന്നു. അത് ഞങ്ങളൊക്കെ പാസ്സാകുന്ന സമയത്ത്. ആ സമയത്ത് സർജറി അല്ല ചോയ്സ്, സർജറി അല്ല, സർജറി ചോയ്സേ അല്ല. ചോയ്സ് എല്ലാവരും ഫസ്റ്റ് ചോയ്സ് മെഡിസിൻ ആയിരിക്കും, മെഡിസിൻ ഓർ പീഡിയാട്രിക്സ് ആയിരിക്കും. റേഡിയോളജി എൻ്റെ സ്കിൻ ആരും പോകാറില്ല, കാരണം അവിടെ ഒന്നും ഇല്ലായിരുന്നു. നോ, അപ്പോൾ ഒന്നുമില്ല, വെർച്വലി നിൽ. അപ്പോൾ നമുക്ക് അതൊന്നും ആർക്കും വേണ്ട. എല്ലാവർക്കും ആവശ്യം വന്ന് ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, ഒരു പരിധി വരെ കുറേ പേരൊക്കെ ഓർത്ത് പോയായിരുന്നു. സർജിക്കൽ സ്പെഷ്യാലിറ്റിയിൽ ഗൈനൊക്കെ ഗെയിൻ കുറേ പേര് പോകുമായിരുന്നു. കുറേ തിരിഞ്ഞു വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് റേഡിയോളജി കണ്ടമാനം ഡെവലപ്പ് ചെയ്തു. അന്ന് എക്സ്റേ മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് എക്സ്റേ ഉണ്ട്, സ്കാനിങ്സ് എല്ലാം ഉണ്ട്, പല സ്കാനിങ് ഉണ്ട്. ഇപ്പോൾ ഇൻ്റർവെൻഷൻ റേഡിയോളജി വന്നു, അങ്ങനെ പല ഇത് വന്നു. അത് ഒരു വശം തിരിഞ്ഞു. ഡെർമറ്റോളജിയിൽ വന്നപ്പോൾ ഡെർമറ്റോളജിയിൽ പണ്ട് സ്കിന്ന് കണ്ടു, എല്ലാ മരുന്ന് എഴുതി, ഓയിൻമെൻറ്റ് എഴുതി, ഗുളിക എഴുതി തീർന്നു. പക്ഷേ ഇന്ന് കോസ്മെറ്റിക്സ് ഒരു സൈഡിൽ കൂടെ കയറി പോവാണ്. അത് വ്യത്യാസം വന്നു. അങ്ങനെ അത് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും അത് ഒരു ഭാഗം വരികയാണ്. രണ്ടാമത്തേത്, പണ്ട് മെഡിസിൻ സർജറിയൊക്കെ സ്പെഷ്യാലിറ്റി പോലെയായിരുന്നു. മെഡിസിൻ കഴിഞ്ഞാൽ മെഡിസിൻ മതി. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് MBBS എന്ന് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. കാരണം മെഡിസിൻ കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ സാധിക്കില്ല. യു ഹാവ് ടു ഗോ ഫോർ സൂപ്പർ സ്പെഷ്യാലിറ്റീസ്. കാർഡിയോളജി പോകണം, നെഫ്രോ പോകണം, ന്യൂറോ പോകണം, എല്ലാം പോകണം. സർജിക്കലി അതിനേക്കാളും കൂടുതൽ പോകണം. ഇതെല്ലാം ഒരു ഭാഗത്തൂടെ വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആൾക്കാർക്ക് കൂടുതലും സ്പെഷ്യാലിറ്റിയിലേക്ക് ഇൻട്രസ്റ്റ് വന്നു. കാരണം അവരുടെ പ്രൊഫഷണൽ കൊണ്ട് പഠിത്തം നിൽക്കും. പഠിത്തം പിന്നെ മുന്നോട്ട് ഡിഗ്രിക്ക് വേണ്ടി പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. റേഡിയോളജി കഴിഞ്ഞാൽ റേഡിയോളജി പഠിത്തം കഴിഞ്ഞു, ഡെർമറ്റോളജി കഴിഞ്ഞാൽ ഡെർമറ്റോളജി പഠിത്തം കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ബാക്കിയൊക്കെ പിന്നെ ഫെലോഷിപ്സും ട്രെയിനിങ് പ്രോഗ്രാംസൊക്കെയാണ്. അത് അട്രാക്ഷൻ വന്നു തുടങ്ങി ആൾക്കാർക്ക്. കാരണം ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ MBBS പഠിക്കുന്നു, MBBS പഠിച്ചിട്ട് MD മെഡിസിൻ എടുക്കുന്നു, DM ഓങ്കോളജി എടുക്കുന്നു. 3, 6, 10 കൊല്ലം, അല്ല 10-11 ഇയേഴ്സാണ്. ഞാനൊരു വേറെ ഗോയിങ് ടു സ്റ്റാർട്ട് മൈ പ്രാക്ടീസ്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ആസ് എ സൂപ്പർ സ്പെഷ്യാലിറ്റി മാൻ. മറ്റേത് 3 കൊല്ലം കൊണ്ട് കഴിഞ്ഞു, റേഡിയോളജി കഴിഞ്ഞു. അപ്പോൾ അങ്ങനത്തെ സ്പെഷ്യാലിറ്റീസിന് കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്യാൻ ടെൻഡൻസി വന്നു. എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കൂടുതൽ സമയം വേണമെങ്കിലും സർജൻസി കൂടുതൽ വേണം. മാത്രമല്ല സർജിക്കൽ സ്പെഷ്യാലിറ്റി വേറെ ഭാഗം എന്ന് വെച്ചാൽ, മെഡിസിൻ ഒരു പരിധി വരെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒരു സ്റ്റാൻഡേർഡ് മതി, ഡിപ്പാർട്ട്മെൻറ്റ് മതി. സർജറി അങ്ങനെയല്ല. സർജിക്കൽ PG ചെയ്യുന്നിടത്ത് എക്സ്പോഷർ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ കേസസ് ഇമ്പോർട്ടൻ്റ് ആണ്, അവിടുത്തെ സ്റ്റാഫ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇവർക്ക് കിട്ടുന്ന ചാൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പം MS സർജറി കഴിഞ്ഞ് പറഞ്ഞ ചിലപ്പോൾ അപ്പൻസെക്ടമി പോലും ചെയ്ത് കാണില്ല. അപ്പോൾ അതൊക്കെ ഫാക്ടേഴ്സാണ് അതിൻ്റെ അകത്ത്. പക്ഷെ ഇതെല്ലാം തിരിയുക. ഞാൻ ചെറിയ എക്സാമ്പിൾ പറയാം. ഞാൻ ഓങ്കോളജി എടുക്കുന്ന സമയത്ത് ഓങ്കോളജി 0 ആണ്, സ്റ്റാർട്ടിങ് 0, ഒന്നുമില്ല.
അപ്പോൾ ഞാൻ മെഡിസിൻ കഴിഞ്ഞ് ഓങ്കോളജി പോയപ്പോൾ എന്തിനാണ് മണ്ടത്തരം കാണിക്കുന്നത് ചോദിച്ചാൽ ഇഷ്ടംപോലെ പ്രോസസ്സ് ഉണ്ട്. ബിക്കോസ് അന്ന് നമുക്ക് ന്യൂറോളജിയും നെഫ്രോളജിയും കാർഡിയോളജിയും ഒക്കെ നമുക്ക് എടുക്കാം. ഏറ്റവും ടോപ്പായിട്ട് എടുക്കുന്നത് വൈ യു വാണ്ട് ടു ഗോ ഫോർ ഓങ്കോളജി, വൈ യു വാണ്ട് വേസ്റ്റ് യുവർ ടൈം എന്ന് ചോദിച്ച ആൾക്കാർ. അത് അന്ന് പോയിട്ട് ഇന്ന് മെഡിക്കൽ ഓങ്കോളജി ഈസ് വൺ ഓഫ് ദി വാണ്ടഡ് സ്പെഷ്യാലിറ്റി. അതായത് MD മെഡിസിൻ കഴിഞ്ഞാൽ ഒരാൾ വാണ്ടഡ് സ്പെഷ്യാലിറ്റി എല്ലാവരും പോയി PGക്ക് പോകുന്നതാ. കാർഡിയോളജി സീറ്റ്സ് പലതും വേക്കൻ്റ് ആയിരിക്കും പലയിടത്തും, പക്ഷേ ഓങ്കോളജി സീറ്റ്സ് വേക്കൻ്റ് കിടക്കുന്നുണ്ടാവില്ല. അപ്പം അത് ആ ടിൽറ്റാണ്. അതിങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കുക, ചേഞ്ച് വന്നുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അത് വിത്ത് ദി ടൈം ചിലപ്പോൾ ഒരു 10-15 കൊല്ലം കഴിയുമ്പോൾ സർജറി ആയിരിക്കും, പിന്നെ വേറൊരു ഡെവലപ്മെൻറ്റ് ഒരു സർജറി ആയിരിക്കും. ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷം കഴിയുമ്പം ഇപ്പോൾ ഞങ്ങൾ ബിടെക് അല്ലെങ്കിൽ ബ്രാഞ്ച് ഏതാ നല്ലതെന്ന് ചോദിക്കും. ആ ഒരു സെൻസിൽ ചോദിക്കാൻ ആഗ്രഹിക്കുവാണ്, ഏതായിരിക്കും ഒരു എമേർജിങ് എന്ന് പറയാൻ പറ്റുന്ന ഒരു എമർജിങ് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ സ്പെഷ്യാലിറ്റിയും നല്ലതാണ്. സ്പെഷ്യാലിറ്റി ഒരു കുഴപ്പമില്ല. സ്പെഷ്യാലിറ്റി ഏത് സ്പെഷ്യാലിറ്റി പോയാലും നല്ല. പക്ഷേ ആ സ്പെഷ്യാലിറ്റിയിൽ യു ഷുഡ് ബി സ്ട്രോങ് ഇൻ സർട്ടൻ ഏരിയ. ഇപ്പോൾ ഇവിടെ കാർഡിയോളജിസ്റ്റാണ്. കാർഡിയോളജിസ്റ്റ് നമ്മൾ തുടങ്ങിയ സമയത്ത് കാർഡിയോളജി മതിയായിരുന്നു. ഇന്ന് ഇൻ്റർവെൻഷൻ കാർഡിയോളജിസ്റ്റ് ആയിരിക്കും കൂടുതൽ സ്കോർ ചെയ്യുന്നത്. കാരണം ആ ഇൻ്റർവെൻഷൻ കെയിം ഇൻ ടു വോക്ക്. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന സ്പെഷ്യാലിറ്റീസ് ഓരോരുത്തരും കാണും. ഇപ്പോൾ നമ്മുടെ ENT ആണ്. പണ്ട് ENT മാത്രമേ ഉള്ളൂ. ഇന്ന് അത് പോയിട്ട് നമുക്ക് ഇയർ വേറെ, ലാരിങ്സ് വേറെ, ഈവൻ നമുക്ക് നമ്മുടെ സ്പീച്ച് തെറാപ്പി മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ, വോക്കൽ കോൺസ് മാത്രം, അങ്ങനെയൊക്കെ ഓരോരോ ബ്രാഞ്ചസ് തിരിഞ്ഞു പോവുക. അപ്പോൾ ആ സമയത്ത് ഒരു ബ്രാഞ്ച് വരുന്ന ബ്രാഞ്ചിൽ ഏതിനായിരിക്കും നമുക്ക് കൂടുതൽ പ്രായം ആ സമയത്ത് പറയാൻ പറ്റുള്ളൂ. അത് നമുക്ക് പക്ഷേ എല്ലായിടത്തും ഒരു കാര്യം അറിയിക്കേണ്ടത്, നമ്മളൊരു 10 കൊല്ലെങ്കിലും മുമ്പിൽ കാണാൻ ശ്രമിക്കണം. 10 വർഷം. അതായത് ഇന്നത്തെ ചിലപ്പം ആ അത്രയും ഒരു ഡെവലപ്പ് ചെയ്യാത്തൊരു സ്പെഷ്യാലിറ്റി അന്ന് 10 years കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കില്ല. ഇപ്പോൾ എനിക്ക് ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന ഓങ്കോളജിയും ഞാൻ പഠിക്കുന്ന സമയത്ത് ഓങ്കോളജി 2 ടോട്ടലി ഡിഫറെൻറ്റാണ്. ഇന്ന് പീപ്പിൾ ആർ റണ്ണിങ് ഫോർ എൻ ഓങ്കോളജി സീറ്റ്. അന്ന് ഞാൻ DM ചെയ്യുന്ന സമയത്ത് അടയാറ് മാത്രമേ ഉള്ളൂ. അത് 3 സീറ്റാണ് ഒരു വർഷം. 3 സീറ്റ്സാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ കേരളത്തിൽ വരുമ്പം ഞങ്ങൾ 3-4 മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഇന്ന് ഒരു ഈവൻ ഐ തിങ്ക് ക്ലോസ് ടു 100 ഒക്കെ കാണാൻ എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കും. പക്ഷേ അതേ സമയത്ത് ഇന്നിപ്പോൾ സപ്പോസ് സംബഡി ഈസ് ഗോയിങ് ഫോർ എ ട്രാൻസ്പ്ലാന്റ് ട്രെയിനിൽ പോവാണ്, അല്ലെങ്കിൽ സംബഡി ഈസ് ഗോയിങ് ഫോർ എ കാർട്ടി എന്ന് പറയുക ഹയർ അതിൽ പോകുമ്പം 10 years ഫ്രം നൗ ഹീൽ ബി 100% ഈ ഫീൽഡിൽ. അപ്പോൾ നമ്മൾ അതിങ്ങനെ മുമ്പിൽ കണ്ട് വേണം പോകാനായിട്ട് എപ്പോഴും. സാർ, ഇപ്പം ഒരു ഡോക്ടേഴ്സിനെയൊക്കെ നമ്മൾ വിലയിരുത്തുവാണെങ്കിൽ എല്ലാ ഡോക്ടേഴ്സും പൊതുവെ ഭയങ്കര തിരക്കാണ്. ഒന്നെങ്കിൽ ഒരു പേഴ്സണൽ ലൈഫിൽ ഫോക്കസ് ചെയ്യുന്നവരുണ്ട്, ചിലർ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. സാറിൻ്റെ കാര്യം പറയുന്നത് സാർ ഒരു പ്രൗഡായിട്ടൊരു ഫാമിലി മാനാണ്, അതേസമയം ഒരു സക്സസ്ഫുൾ കരിയറാണ്. സാർ എങ്ങനെ ഒരു പെർഫെക്റ്റ് വർക്ക് ലൈഫ് ബാലൻസ് ഒരു ഡോക്ടർക്ക് മെയിൻറ്റെയിൻ ചെയ്യും? എനിക്ക് തോന്നുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ ഇഷ്യൂ ഒന്നും, വലിയൊരു കോംപ്ലക്സിറ്റി ഒന്നും ഇല്ല അതിൻ്റെ അകത്ത്. കോംപ്ലക്സിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്താണെന്നറിയാം, ഇപ്പം ഞാൻ എൻ്റെ മക്കളോട് ഞാൻ ഒന്നൊരു കാര്യം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത്, ആരും എഗ്രി എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ മക്കളെ ഒരിക്കൽ പോലും അവരെ മാർക്ക് ചോദിച്ചിട്ടില്ല, അവരുടെ റാങ്ക് ചോദിച്ചിട്ടില്ല, വേറെ സ്കോറിന് ചോദിച്ചിട്ടില്ല. പക്ഷെ അതേ സമയത്ത് അവരെവിടെ പോകുന്നത് പോലും ഞാൻ അന്വേഷിക്കാറില്ല. പക്ഷെ ദേഴ്സ് എ റാപ്പോ ബിറ്റ്വീൻ അസ്. അവർ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ ഇന്ന് ഇപ്പോൾ ഇവിടെ പോയി, നമുക്കറിയാം ദേ വിൽ നോട്ട്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയണേ, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ അച്ഛൻ എന്നോട് പറയുന്നത് എന്താ അറിയോ? അച്ഛൻ പറയും, നീ വലിക്കണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷെ വലിക്കുകയാണെങ്കിൽ ദ ഫസ്റ്റ് പേഴ്സൺ ഹു ഷുഡ് നോ ഈസ് ഞാനായിരിക്കണം, അതായത് അച്ഛനായിരിക്കണം. ദാറ്റ് ഈസ് എൻ ഇൻഡിക്കേഷൻ ദാറ്റ് യു ഷുഡ് നോട്ട് സ്മോക്ക്. വെള്ളം അടിക്കാൻ പോകുന്നത് പറയുമ്പോൾ നീ വെള്ളം അടിക്കാൻ പോയിരുന്നുള്ളതല്ല മഹത്വം, നീ വെള്ളം അടിക്കുന്നവരുടെ കൂടെ പോയിരുന്ന് നീ വെള്ളം അടിക്കുന്നില്ലെന്നാണ് മഹത്വം. ദാറ്റ്സ് അഗെയിൻ ദ ഇൻഡയറക്ട്ലി ടെൽസ് യു ദാറ്റ്. പക്ഷേ അതൊക്കെ മെസ്സേജാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ മോൻ അവൻ്റെ എവിടെയായാലും ഐ നോ ദാറ്റ് ഹീസ് ദെയർ. അപ്പോൾ ഞങ്ങൾക്ക് റാപ്പ് എപ്പോഴും ഉണ്ട്. അത് നമ്മൾ വീട്ടിൽ 2 പേരും കൂടി ഒരുമിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ പറയാം, ഇപ്പോൾ 10th സ്റ്റാൻഡേർഡ് ഞാൻ ഇറ്റ്സ് ഡിഫറെൻറ്റ്. പക്ഷേ ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം തോന്നാറില്ല, ബിക്കോസ് ദേ ആർ ഡിഫറെൻറ്റ്. എല്ലാവരും ആയിട്ട് അങ്ങനെയാണ്. ബട്ട് അറ്റ് ദി സെയിം ടൈം ഞങ്ങൾ തമ്മിൽ ഇത് സംസാരിക്കാൻ ഞങ്ങൾ വി ഡോണ്ട് സ്പീക്ക് എനിത്തിങ് എൽസ്. ഞങ്ങൾ സാധാരണ എന്തിനും കളിയെക്കുറിച്ചായിരിക്കും, നമ്മൾ കണ്ട സിനിമയെക്കുറിച്ചായിരിക്കും, എൻ്റെ ഇതായിരിക്കും, അങ്ങനെ സംസാരിക്കാറുള്ളൂ. വി ഡോണ്ട് ഹാവ് ഗോ ഫോർ എനിത്തിങ് എൽസ്. അങ്ങനത്തെ. അപ്പോൾ അങ്ങനത്തെ ഒരു റാപ്പ് നമുക്ക് സുഖമായിട്ട് വീട്ടിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും.
ഈ പുറത്ത് കാണുന്ന പോലെ വലിയൊരു സ്റ്റിഗ്മ ഇതിൻ്റെ അകത്ത് പ്രതീക്ഷിക്കേണ്ട കാര്യം ഒന്നും ഇല്ല. നമ്മുടെ ടൈം അവരുടെ ടൈം നമ്മൾ അങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യും ആൻഡ് വി ലീവ് ടുഗദർ, അത്രേ ഉള്ളൂ. അതിൻ്റെ അങ്ങനെ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാലും ഞങ്ങൾ സിനിമയ്ക്ക് പോകണം, മിക്കവാറും മോനാണ് ഞങ്ങൾ മിക്കവാറും സിനിമയ്ക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ആരും ഒരാൾ ഫ്രീ ഉണ്ടെങ്കിൽ ഞങ്ങൾ സിനിമയ്ക്കും. ചിലപ്പോൾ മോൻ്റെ വൈഫായിരിക്കും, അവിടെ നമുക്ക് സിനിമയ്ക്ക് പോകും. അപ്പോൾ അവിടെ നമുക്ക് ഒരു 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 ഡിഫറൻസ് നമുക്ക് തോന്നാറില്ല ഇതിൻ്റെ അകത്ത്. ലൈഫ് എൻജോയ് ചെയ്യത്തക്ക രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം എളുപ്പമാണ്, സുഖമായിട്ട് പോകാം. ആൻഡ് യു ഷുഡ് എൻജോയ് ലൈഫ്. നമുക്ക് നമ്മൾ കെട്ടിപ്പിടിച്ചിരുന്ന കുറേ അനറ്റമി മേടിച്ചുകൊണ്ട് ബയോകെമിസ്ട്രി മേടിച്ചുകൊണ്ടൊന്നും ജീവൻ പൂർത്തീകരിക്കില്ല. യു ഹാവ് ടു ഹാവ് എ പ്രൊഫഷൻ. പ്രൊഫഷൻ ഒരു ചെറിയ ഭാഗമാണ്. അതിൻ്റെ കൂടെ തന്നെ ദർസ് എ ലൈഫ് ഫോർ യു. ആ ലൈഫും നമ്മൾ ഈക്വലി എൻജോയ് ചെയ്യണം. സാറേ, ഞാനൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ, അത് എത്രമാത്രം സാറ് കരുതും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ സാധാരണ ഒത്തിരി യൂട്യൂബ് വീഡിയോയിലൊക്കെ വരുന്നതാണ് ഒരു ലൈഫ് ഇൻ എ ഡേ എന്ന ഒരു സാധാരണ ഒരു സക്സസ്ഫുൾ ഡോക്ടർ. സാറിൻ്റെ ഒരു ദിവസം എങ്ങനെയാണ്? തലേ ദിവസമാണ്, രാവിലെ അല്ല, തലേ ദിവസം രാത്രിയോട്ട് ഉണങ്ങാം. തലേ ദിവസം സുഖമായിട്ട് വന്ന് കിടന്ന് ഉറങ്ങാൻ സഹായിക്കുക. അവിടെ നേരത്തെ ലൈഫ് സ്റ്റാർട്ട്സ്. ഓക്കെ. രാവിലെ എഴുന്നേൽക്കുന്നു. രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇപ്പോൾ എല്ലാ കുട്ടികളും പോലെ തന്നെ സ്കൂൾ കുട്ടികളൊക്കെ രാവിലെ എല്ലാവരും ആദ്യമേ തന്നെ പറഞ്ഞു ഞാൻ സ്കൂളിൽ പോകുന്നില്ലെന്നാണ് പറയുക. നമ്മുടെ മനസ്സിൽ അതേ ഫീലിംഗ് ആയിരിക്കും, നീ ഞാൻ ഹോസ്പിറ്റലിൽ പോകണ്ട, ഞാൻ ഇവിടെ ഇരിക്കാം. പക്ഷേ ദ മൊമെൻറ്റ് യു സ്റ്റാർട്ട് യുവർ പ്രൊഫഷൻ, ഒരു പേഷ്യൻ്റ് വന്ന് നമ്മുടെ കോള് വന്നാൽ കഴിഞ്ഞു. പിന്നെ നമ്മൾ യു ആർ ഗോയിങ് ടു ഇറ്റ്. പിന്നെ നമ്മുടെ ഒരു കാര്യം നമ്മൾ ആലോചിക്കാറില്ല. ഇൻ ദി സെൻസ് നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. നമ്മളൊക്കെ സുഖമായിട്ട് ജീവിക്കാൻ നോക്കും. ഇപ്പോൾ എനിക്ക് 10 മണിക്ക് എൻ്റെ ഒപ്പി കഴിഞ്ഞാൽ കാർ കയറി എനിക്കിവിടെ വന്ന് എനിക്കിവിടെ ചോറോട് വിളമ്പി വെച്ചാണ് ഞാൻ കഴിച്ച് ഞാൻ കിടന്ന് ഉറങ്ങും. പക്ഷേ 10 മണിക്ക് ഹോസ്പിറ്റലിൽ വരുന്നൊരു പേഷ്യൻ്റ്, കാസർഗോഡ് വരുന്ന പേഷ്യൻ്റ് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും വീട്ടിൽ ചെല്ലുന്നത്. ഹി വിൽ ബി ഇൻ ദി റോഡ്. ബസ് സ്റ്റാൻഡിലായി സ്റ്റേഷനിലായി കിടന്ന് തുടങ്ങി രാവിലെ എനിക്ക് അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലുള്ള ദെൻ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. വാട്ട് എവർ യു ഹാവ് ഗോട്ട് ഇൻ യുവർ ലൈഫ് ഇസ് എ പ്ലസ് പോയിൻറ്റ് ഫോർ യു. അത് ഓരോരുത്തരും അവരൊരു കാര്യം ആലോചിച്ചാൽ മതി. അപ്പം നമുക്ക് എപ്പോഴും ഏറ്റവും എളുപ്പം വേറെ ആളുടെ പ്രശ്നത്തിന് നമ്മൾ ഒരു മിനിറ്റ് ആലോചിക്കാതെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും ആലോചിക്കാനില്ല, ബിക്കോസ് യു ആർ ഡൂയിങ് എൻ ഇൻ്റർവ്യൂ. അവിടെ അപ്പുറത്തെ ഒരാൾ ചിലപ്പോൾ നാളത്തെ സ്വന്തം മകൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയുള്ള പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോരുത്തരെയും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ല. ദുഃഖം എന്ന് പറയുന്ന സാധനം നമ്മൾ അങ്ങനെ ഒരു സ്ഥായിയായ ദുഃഖമായിട്ട് നമ്മൾ ഇരിക്കേണ്ട ഒരു കാര്യം. അപ്സ് ആൻഡ് ഡൗൺസ് ഇസ് ദെയർ ഓൾവേസ് ഇൻ എവരിബഡീസ് ലൈഫ്. ഓക്കെ. പക്ഷെ അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനും അത് ആക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാനും ശീലിക്കണം എന്നുള്ളത് തന്നെയാണ്. ശരിക്കും സാർ, ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, സാറിൻ്റെ ഒരു ഡിഗ്രി പഠന കാലയളവ്, ഒരു പക്ഷേ ഒരു ഡോക്ടറിൻ്റെ ഏറ്റവും കൂടുതൽ നിർണായകമായ കാലയളവ് എന്ന് പറയുന്നത് MBBS പഠനമാണ്. ഒത്തിരി പ്രതീക്ഷകളുമായി വരുന്നു, ഒരു പുതിയ പ്രൊഫഷനാണ്, ഇതുവരെ ഒട്ടും ശീലിച്ചിട്ടില്ലാത്ത ഒരു കാലയളവ്, പഠിത്തം, ക്യാമ്പസ്, ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു കാലയളവ് സാർ എങ്ങനെ വിലയിരുത്തുന്നു? ഏറ്റവും എൻജോയ് ചെയ്ത ഒരു പീരീഡാണ്. ഏറ്റവും എൻജോയ് ചെയ്തത് അത് ഞങ്ങളുടെയൊക്കെ ലൈഫിനും വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ ലൈഫിൽ എന്താ വെച്ചാൽ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളുടെ കോളേജ് ക്യാമ്പസ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പല സെക്ടറിൽ നിന്ന് പല വാക്സ് ഓഫ് ലൈഫിൽ നിന്ന് വരുന്ന ആൾക്കാർ ആൻഡ് സ്റ്റേയിങ് ഇൻ ദി സെയിം ക്യാമ്പസ്. ഓക്കെ. ഡേ സ്കോളർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5-6 ആൾക്കാരെ ആ 5 വർഷത്തിലിടയ്ക്ക് തന്നെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഒരുമിച്ച് ഒരു 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 ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സമൂഹത്തിലെ എക്സ്ക്ലൂസീവ് സമൂഹത്തിലെ ഭാഗമായിട്ട് നമ്മൾ ജീവിക്കുക. സ്റ്റുഡൻസും സ്റ്റാഫ് ഡോക്ടേഴ്സ് എല്ലാം ആ ക്യാമ്പസിൽ കാണും, എല്ലാ ക്യാമ്പസിൽ കാണും. പുറത്തുനിന്ന് വരുന്നത് അധികം പേരൊന്നുണ്ടാവില്ല, എല്ലാവരും ക്യാമ്പസിൽ തന്നെ കാണും. അപ്പം നമ്മൾ രാവിലെ വൈകുന്നേരമൊക്കെ ഇവർ കാണുന്നുണ്ട്. വൈകുന്നേരം നമ്മൾ കളിക്കുന്ന സമയത്ത് ഇവർ നമ്മുടെ കൂടെ ഒന്ന് കളിക്കും. ദേ പ്ലേ വിത്ത് യു. കോളേജ് ഡേക്ക് നമ്മൾ എല്ലാവരും വരും, അവരെല്ലാം പെർഫോം ചെയ്യും, നമ്മളും പെർഫോം ചെയ്യും. എല്ലാവരും നമ്മൾ കളിയാക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും, പ്രോസസ്സിനെ കളിയാക്കും. ബട്ട് നോബഡി ടേക്സ് ഇറ്റ് ഇൻ ദർ മൈൻഡ്. അതുകൊണ്ട് ഒരു ശരിക്കും ഡിഫറെൻറ്റ് ലൈഫാണ്. നമുക്ക് ചിലപ്പോൾ കളികളുണ്ടാവും, അതായത് സ്റ്റാഫും സ്റ്റുഡൻസായിട്ടുള്ള കളികളുണ്ടാവും, മാച്ചസ് ഉണ്ടാവും, അങ്ങനെ. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു പക്ഷേ ആ സമയത്ത് ക്ലാസ്സിൽ നമുക്ക് ഈ പരിപാടി നടക്കില്ല. യു ഹാവ് ടു. രാത്രി നമ്മൾ ചിലപ്പോൾ ഒരു പ്രൊഫസറുടെ വീട്ടിൽ പോയി കപ്പ പറിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ചക്കിട്ടുകൊണ്ട് വരും. അത് അറിഞ്ഞാലും തമാശയാണ് അത്. അപ്പോൾ അങ്ങനെ ശരിക്കും ഒരു ഡിഫറെൻറ്റ് എൻജോയ്മെൻറ്റ് ലൈഫാണ്. ഡോക്ടേഴ്സ് അതുപോലെയാണ്. ക്ലാസ് എടുക്കാൻ എൻ്റെ ചോദിച്ചില്ലേ, ടീച്ചിങ് പ്രൊഫഷൻ ചോദിച്ചില്ലേ, രാത്രി ചിലപ്പോൾ നമുക്ക് രാത്രി 7 മണിക്ക് 8 മണിക്കൊക്കെ നമുക്ക് ക്ലാസ് എടുക്കാൻ വന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അവരവരുടെ പ്രാക്ടീസ് കഴിഞ്ഞ സമയത്ത് വന്ന് രാത്രി വന്ന് നമുക്ക് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. എക്സാം ടൈം ആയി കഴിഞ്ഞാൽ ദേ വിൽ ബി കോൺസെൻട്രേറ്റിംഗ് ഓൺ യു. നമുക്ക് റെഗുലറായിട്ട് OPD ഇടയ്ക്ക് 9 തൊട്ട് 11 മണി വരെ ആണെങ്കിൽ ടീച്ചിങ് മാത്രം നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വേറെ ലൈഫാണ്. നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നത് നമ്മൾ കോളേജ് ബസ്സാണ് പോകുന്നത്. കോളേജ് ബസ്സിൽ സാറുമാരുണ്ടാവും,
ഞങ്ങളുണ്ടാവും. നമുക്ക് കേട്ട് നടത്തിയായിരുന്ന ചിലപ്പോൾ സാറായിരിക്കും പെരിയസ്വാമി എന്ന് പറയുന്ന സാറിയും. പക്ഷേ ആ ഒരു ട്രിപ്പ് മതി നമ്മൾ അവർ എല്ലാവരും ഭയങ്കര ക്ലോസ് ആവാനായിട്ട്. അങ്ങനെ ഒരു പൊളിറ്റിക്സും ഇല്ല. ക്യാമ്പസിൽ 5 കൊല്ലം 5 കൊല്ലക്കാരെ നമ്മളെല്ലാവരും അങ്ങോട്ടും അറിയും. തമ്മിലുള്ള ബാച്ച് തമ്മിലുള്ള അടികളൊന്നുമില്ല. കോമ്പറ്റീഷനൊക്കെ നല്ല കോമ്പറ്റീഷനായിരിക്കും, എല്ലാ ബാച്ചിൻ്റെ ഓരോ ബാച്ച്. പക്ഷേ അതൊക്കെ ഒരു സ്പോർട്സ്മാൻ ലെവലിലാണ്, അതിൻ്റെ മുകളിലേക്കൊന്നും ഒന്നും പോവില്ല. അതേസമയത്ത് നമ്മൾ പഠിക്കുന്നത് മുഴുവൻ നമ്മൾ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല റാപ്പ്. ഇപ്പോൾ നമ്മൾ 5 വർഷം അവിടെ നിന്ന് പാസ്സായിപ്പോയ ഓരോരുത്തരും നമുക്ക് ഇപ്പോഴും അറിയാം. അവരുള്ള അത് ഇമ്പോർട്ടൻ്റാണ്, മെഡിക്കൽ പ്രൊഫഷൻ ഇമ്പോർട്ടൻ്റാണ്. അതായത് നമ്മുടെ തന്നെ പ്രൊഫഷണൽ കൂടെ നിൽക്കുന്ന ആൾക്കാർ. എനിക്കൊരു കാർഡിയോളജി ഇഷ്യൂ ഞാൻ ഉണ്ടെങ്കിൽ എനിക്ക് ദാറ്റ്സ് എ പേഴ്സൺ വായിക്കാൻ റെഫർ. അപ്പോൾ അതൊക്കെ നമുക്ക് ത്രൂ ഔട്ട് ലൈഫ് ഇമ്പോർട്ടൻ്റാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പാര വെച്ചോ ഒന്നുമുള്ള പഠിത്തത്തിലൊന്നും യാതൊരു അർത്ഥമില്ല. സാർ, ഈ ഒരു കാലയളവിലാണ് ചിത്ര മാമിനെ പരിചയപ്പെട്ടത്. 2 സക്സസ്ഫുൾ ഡോക്ടേഴ്സ് എങ്ങനെ പരസ്പരം കോംപ്ലിമെന്റ് ചെയ്ത് നിന്നാലാണ്? എങ്ങനെ സക്സസ്ഫുൾ എന്ന് വെച്ചാൽ ഞങ്ങൾ സക്സസ്ഫുൾ എന്ന് ഞാൻ ക്ലെയിം ചെയ്യില്ല, സുഖമായിട്ട് ജീവിക്കുന്നതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ഞാൻ ജീവിച്ചു പോയത്. പക്ഷേ അതിന് അങ്ങനെയില്ല, അതുകൊണ്ട് സക്സസ് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ബിക്കോസ് ദാറ്റ് ഇസ് ഹൗ യു സീ ഇറ്റ്. ഇപ്പം ഞാൻ വേറെ ആളുടെ കണ്ണിൽ ഞാൻ സക്സസ്ഫുൾ ഡോക്ടർ എന്നായിരിക്കില്ല, മനസ്സിലായില്ല, വേറെ ആളുടെ കണ്ണിൽ. അതേസമയത്ത് എൻ്റെ കണ്ണിൽ ഞാൻ ഐ ഫീൽ ദാറ്റ് യെസ് വേറെ ആൾക്ക് അയാൾ സക്സസ്ഫുൾ എന്നുള്ള ഞാൻ പറയും. അപ്പോൾ നമ്മുടെ സക്സസ് എന്താണെന്നുള്ളതാണ് നമ്മുടെ ക്രൈറ്റീരിയ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഒരു സക്സസ്ഫുൾ ഡോക്ടർ ഞാൻ പറയാം ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് മണി. അത് അവിടെ ക്ലിയറാണ്, മണിയല്ല. മണിയേക്കാൾ കൂടുതൽ നമ്മൾ ആ എൻജോയിങ് ദി പ്രൊഫഷനാണ്. ഈ 2 ഡോക്ടേഴ്സിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ പറ്റുന്നു? അതായത് ഒരു കരിയർ ഉണ്ട്, പേഴ്സണൽ ലൈഫ് ഉണ്ട്, എന്നാൽ ഒരു കരിയർ ഗ്രോത്തും ഉണ്ടാവും. എല്ലാം പോകും. നമുക്ക് ഞാൻ തുടങ്ങിയപ്പോൾ ഒരു സമയത്തിന് നമുക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ഇഫ് യു ഡു. പക്ഷേ ഇപ്പോഴത്തെ ഒരു വലിയൊരു ഇഷ്യൂ ആണ് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഫേമസ് ആവണം. ഒരു ഷോർട്ട് കട്ടും ഇല്ല. വർക്ക് ഹാർഡ് എന്നല്ലാതെ നമുക്ക് നമ്മൾ കേരളത്തിലെ ബൈ വേർഡ് ഓഫ് മൗത്ത് അല്ലാതെ ഇവിടെ എന്തൊക്കെ പോസ്റ്റർ കൊണ്ട് വെച്ചാലും എന്തൊക്കെ എൻ്റെ പടം കൊണ്ട് കാണിച്ചാലും ഞാൻ ചെയ്യുന്നു പറഞ്ഞാലും പേഷ്യൻ്റ് വരില്ല. ഓൺലി ദി കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ നമ്മളിരുന്ന് നമ്മുടെ പ്രവർത്തി കൂടെ ബിൽഡപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ബാക്കി എന്ത് ആശുപത്രിയുടെ കൊണ്ടിട്ടിട്ട് നമ്മുടെ പടം കാണിച്ചാലും ഇവിടെ കേരളത്തിൽ നടക്കില്ല. ക്യാൻ ബി ഡൺ സംവെയർ ഔട്ട് സൈഡ് കേരള. എന്നുവെച്ചാൽ കുറച്ചും കൂടി ഡിഫറെൻറ്റ് പീപ്പിളാണ്. ഇവിടെ നടക്കില്ല. ഇവിടെ നമുക്ക് യു ഹാവ് ടു ഹാവ് യുവർ ഓൺ വേ ഓഫ് ഗോയിങ് അപ്പ്. വേറെ മാർഗ്ഗമില്ല. 10,000-കണക്കിന് വിദ്യാർത്ഥികൾ എൻട്രൻസ് എക്സാമിന് വേണ്ടി പഠിക്കുന്നവരുണ്ട്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ MBBS എന്ന സ്വപ്നം നേടിയെടുത്ത് അവരുടെ ജീവിതം കരുപിടിപ്പിച്ചവരുണ്ട്. എല്ലാവർക്കും ഒരു പാഷനാണ് ഡോക്ടർ എന്നൊരു പ്രൊഫഷൻ. എത്രമാത്രം ആത്മാർത്ഥമായി രോഗികളോടൊപ്പം കൂടെ നിന്ന് അവരോടൊപ്പം സംവദിക്കാൻ സാധിക്കുമെന്നുള്ളത് ഈ ഒരു കുറഞ്ഞ സമയങ്ങളിൽ ഞങ്ങളോട് സംസാരിച്ചത് വഴി ഞങ്ങൾക്കത് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. സാറിൻ്റെ ഒരു വലിയ ബിസി ഷെഡ്യൂളിൽ നിന്നും കുറച്ചധികം സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നു. ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. ഏറ്റവും മികച്ച രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ഇൻസ്പയറിംഗ് ആകുന്ന രീതിയിൽ സാറ് സംസാരിച്ചു. ആ സംസാരമെല്ലാം സാറിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അതേപോലെ തന്നെ പഠിക്കുന്ന ഓരോ കുട്ടികളും പഠിക്കുന്നതിന് മാത്രമല്ല ഈ പ്രൊഫഷനിലേക്ക് വന്നവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം യു ആർ ഓൺ എ റൈറ്റ് ട്രാക്കാണ്. നിങ്ങൾ ഒരിക്കലും നോ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു പോകരുത്. നിങ്ങൾക്ക് ഇഷ്ടമില്ല പ്രൊഫഷൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് പൊക്കോളൂ. MBBS ജോയിൻ ചെയ്ത ശേഷമല്ല ഞാൻ പറയുന്നത്, അതിന് മുമ്പ് തന്നെ. ഒരിക്കൽ കിട്ടിയില്ല, 2 പ്രാവശ്യം കിട്ടിയില്ല എന്ന് പറയുന്നത് ഒന്നും അതിൽ പ്രസക്തമല്ല. ശരിക്കും പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ ക്വാളിറ്റി മോശമാണ് കാണിക്കുന്നതുമല്ല. യു ക്യാൻ ഗോ അപ്പ് എന്നുള്ളത് എനിക്ക് ആ പ്രൊഫഷൻ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കാണിക്കാവുന്ന എക്സാമ്പിൾസ് ഉണ്ട് അതുപോലെ. അതായത് ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് സെലക്ഷൻ കൊടുക്കാതിരുന്നത് അവൾ ഫിസിക്കലി ഡിസേബിൾഡ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. നമ്മുടെ സെലക്ഷൻ വരുന്ന സമയത്തൊക്കെ അവസാനം ഷീ ക്വാളിഫൈഡ് ത്രൂ എ ഓൾ ഇന്ത്യ മെറിറ്റ് ക്വാട്ട. ദാറ്റ് ഈസ് 3rd or 4th ടൈം. അന്ന് ആർക്കും ഈ ഫിസിക്കൽ ഇതിൻ്റെ കൊടുക്കാതിരിക്കാൻ സാധിച്ചില്ല. ദേ ഹാഡ് ടു ഗീവ് ഹെർ. അപ്പോൾ അതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ക്ലിയർ എക്സാമ്പിൾസാണ്. അതുകൊണ്ട് നമ്മളൊരിക്കലും പിന്മാറുകയല്ല വേണ്ടത്. എനിക്ക് പ്രൊഫഷൻ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ യു ഹാവ് ടു മേക്ക് ഇറ്റ്. അത് സാധിക്കാതിരിക്കില്ല. യു ഹാവ് ടു മേക്ക് ഇറ്റ്, ഇന്നല്ലെങ്കിൽ നാളെ. അവിടെ നിങ്ങൾ നഷ്ടപ്പെടുന്ന 1 വർഷം 2 വർഷം ഒന്നുമല്ല, ഇഫ് യു ആർ റെഡി ടു ഗോ ഫോർ ഇറ്റ്. പക്ഷേ അവിടെയൊക്കെ നിങ്ങളുടെ ഉദ്ദേശം വളരെ വ്യക്തമായിരിക്കണം. വൈ യു വാണ്ട് ടു ബിക്കം എ ഡോക്ടർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് യു ആർ ഇൻ ദി റൈറ്റ് ട്രാക്ക്. ആ ട്രാക്ക് നിങ്ങൾ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ MBBS പഠിക്കുന്ന കുട്ടികൾക്ക് അവർ പറയുന്നത് വെച്ചാൽ
യു ആർ ലക്കി ടു ബി ഇൻ ദിസ് പ്രൊഫഷൻ. പക്ഷേ നിങ്ങൾ ഡോക്ടറാവും, പക്ഷേ അങ്ങനെ ഡോക്ടറായി കഴിയുമ്പോൾ എങ്ങനത്തെ ഡോക്ടറാണെന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. ദർ യുവർ എത്തിക്സ് ഹാസ് ടു ബി ഹെൽഡ് ടൈറ്റ്. നിങ്ങൾ ആരാവണം എന്നുള്ളത്, നിങ്ങൾ എന്താവണം നിങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞു. പക്ഷേ ആരാവണം എന്നുള്ള തീരുമാനം അത് ഇറ്റ്സ് ഇൻ യുവർ ഹാൻഡ്സ്. അങ്ങനെ മുന്നോട്ട് പോവുക. തിരിച്ച് ഞാൻ വീണ്ടും പറയാണ്, ഇഫ് ആസ് ബാക്ക് ജീവിതത്തിലെ ഒരു സെക്കൻഡ് ലൈഫിൽ ഏത് പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏത് ഉറക്കത്തിലും പറയാൻ സാധിക്കും, ഐ വാണ്ട് ടു ബിക്കം എ ഡോക്ടർ ആൻഡ് ഇഫ് പോസിബിൾ എൻ ഓങ്കോളജിസ്റ്റ് ആൻഡ് ഇഫ് സ്റ്റിൽ പോസിബിൾ മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്. ഒരു സംശയമില്ല. എന്തായാലും കുറച്ച് സമയം നിങ്ങളുടെ കൂടെ ഇരിക്കാൻ സാധിക്കും, സന്തോഷമുണ്ട്. കാരണം എനിക്കറിയാം, ഞാൻ ഐ എം ഫേസിങ് എ ഹ്യൂജ് ഓർ ദി ജനറേഷൻ വിച്ച് ഈസ് ഗോയിങ് ടു ബി ദി സ്ട്രെങ്ത് ഓഫ് അവർ കൺട്രി. എല്ലാവർക്കും ഗുഡ് ലക്ക്, ഡു വെൽ ഇൻ യുവർ ലൈഫ്. ജീവിതം പ്രൊഫഷൻ മാത്രമല്ല എന്ന് മാത്രം മനസ്സിൽ സൂക്ഷിക്കുക. താങ്ക് യു സർ. ഒക്കെ ശരിയാ. സോ ദർ ഇസ് സംതിങ്. നമ്മൾ പഠിച്ചൊരു പ്രൊഫഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു, അതിനപ്പുറം യു ആർ നോട്ട് ഗോഡ്, യു ഡോണ്ട് ഹാവ് എനി ഗോഡ്ലി പവേഴ്സ്. ഈവൻ പാരൻസ് പറഞ്ഞാൽ പോലും കേൾക്കാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കും. ഓക്കെ. പാരൻസ് വന്ന് പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ല, ഡോക്ടർ പറഞ്ഞാൽ കേൾക്കും. ശരിയാ. 2 കുത്തിവയ്പ്പം ക്യാൻസറിനെതിരെയുള്ള വാക്സിനല്ല, ക്യാൻസർ വരുത്തുന്ന വൈറസിനെതിരെയുള്ള വാക്സിനാണ്. ഇല്ല, അതിപ്പോൾ നമ്മൾ ഇത് പാരൻസ് മനസ്സിലാക്കിയ കാര്യം എന്താ വെച്ചാൽ, കുട്ടികളെ നമ്മൾ പ്രൊഫഷണലി ടോപ്പറായിട്ട് കൊണ്ടുവരുമ്പോഴും അവരുടെ ഹെൽത്ത് ഈസ് നോട്ട് ബീങ് ടേക്കൺ കെയർ ഓഫ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.